പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്തുതിയുമായി തിരുവനന്തപുരം MP ശശി തരൂർ വരുമ്പോൾ കണക്കിന് പരിഹസിക്കുകയാണ് കെ മുരളീധരൻ. നേരത്തെ കഴിഞ്ഞ 3 ആഴ്ചയായി കോൺഗ്രസിൽ അടിയുറച്ചു നിന്ന തരൂർ നേരം ഇരുട്ടി വെളുത്തപ്പോഴാണ് മോദി സ്തുതിയുമായി എത്തുന്നത്. ഇത് കോൺഗ്രസിനെ ഞെട്ടിക്കുന്നുണ്ടെങ്കിലും കണക്കിന് പരിഹാസവും തരൂരിനെ തേടി വരുന്നുണ്ട്. വിശ്വപൗരൻ എന്ന ഓമന പേരിൽ കോൺഗ്രസ് നേതാക്കൾ ആഘോഷമാക്കിയ നേതാവാണ് തരൂർ. അതേ തരൂരിനെ ഇന്ന് ഒരു കോമഡി കഥാപാത്രമാക്കിയാണ് കോൺഗ്രസ് ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തരൂർ പുകഴ്ത്തുകയാണ്. സബ്കാ ആസാദ് സബ്കാ വികാസ് എന്ന മോദിയുടെ കാഴ്ചപ്പാട് ഗംഭീരമാണെന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസ് ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് തരൂരിന്റെ പുതിയ രംഗപ്രവേശനം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നത് നല്ലതാണെന്നും ശശി തരൂർ പറയുന്നുണ്ട്. ഇതിനെ ആദ്യം പരിഹസിക്കുന്നത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ്. ചിരിച്ചുകൊണ്ടാണ് മുരളീധരൻ ശശി തരൂരിനെ പരിഹസിച്ചത്. ഇതൊന്നും അത്ര കാര്യമല്ലെന്ന രീതിയിലായിരുന്നു മുരളി പറയുന്നത്. ഇടയ്ക്ക് വന്ന് പ്രധാനമന്ത്രിയെ പൊക്കും, പിന്നീട് മാറ്റിപ്പറയും എന്നാണ് മുരളി പറഞ്ഞത്. പുച്ഛത്തോടെയുള്ള മുരളിയുടെ മറുപടിയുടെ വീഡിയോ ആദ്യം ഒന്ന് കാണാം. ഇടയ്ക്ക് വന്ന് പ്രധാനമന്ത്രിയെ പൊക്കും, പിന്നെ ഞങ്ങളോടൊപ്പം വരും, കുഴപ്പമില്ല. നേരത്തെ മോദി സ്തുതിയിലൂടെ കോൺഗ്രസിന്റെ ശത്രു പട്ടികയിലാണ് തരൂർ എത്തി നിൽക്കുന്നത്. ഇതിനിടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പോലും ശശി തരൂരിനെ പരിഗണിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ RSS ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ശശി തരൂർ BJPക്ക് പുറത്തു തന്നെ നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ ഒരു വലിയ പദവിയാണ് തരൂർ ലക്ഷ്യമിട്ടത്. കോൺഗ്രസ് MP എന്ന കുപ്പായം ഇട്ടുകൊണ്ട് തന്നെ BJPക്കാരനാകാനായിരുന്നു തരൂരിന് താല്പര്യം. അവിടെയാണ് നേരത്തെ പറഞ്ഞ RSSന്റെ താൽപര്യക്കുറവ് തിരിച്ചടിയായത്. ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയാകുന്നത്. ഈ ചർച്ചയിൽ തരൂർ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഒരു പാർട്ടിയുടെയും ചൂട്ട് പിടിക്കാതെയാണ് തരൂർ നിന്നത്. ഇത് രാഹുൽ ഗാന്ധി അസ്വസ്ഥമാക്കിയ ഘടകമാണ്. നേരത്തെ തന്റെ പ്രസ്താവനകൾ വ്യക്തിപരമായ നിലയിലാണ് നടത്തിയതെന്നും കാഴ്ചപ്പാട് നിരസിക്കാൻ ആളുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. താൻ കോൺഗ്രസ് പാർട്ടിയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ വക്താവല്ലെന്നാണ് തരൂർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. സംഘർഷത്തിന്റെ സമയത്ത് ഒരു ഇന്ത്യക്കാരനായിട്ടാണ് സംസാരിച്ചത്. മറ്റാർക്കും വേണ്ടി സംസാരിക്കുന്നതായി ഒരിക്കലും നടിച്ചിട്ടില്ല. പാർട്ടിയുടെ വക്താവുമല്ല, സർക്കാരിന്റെ വക്താവുമല്ല. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനോട് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം. വ്യക്തിപരമായി എന്നെ കുറ്റപ്പെടുത്താം, അതിൽ കുഴപ്പമില്ലെന്നും അന്ന് ഇതേ കോൺഗ്രസ് MP വ്യക്തമാക്കിയിരുന്നു.